ഇടേ യവൻ മറ്റേ കൂടെയുള്ള സഹപ്രവർത്തകയ്ക്ക് അലവലാതി മെസ്സേജ് അയച്ചൊരു വൃത്തികെട്ടവനല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ എതിർക്കുന്നെങ്കിൽ ഇയാളെയും എതിർക്കേണ്ടതല്ലേ? അയ്യോ ഇല്ല, അത് വേണു ചേട്ടൻ, അത് വേണു ചേട്ടൻ, മാറ്റാവ വേട്ടാവളെ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? നമുക്ക് എല്ലായിടത്തും ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഒരു നിലപാട് എടുക്കണ്ടേ? അതായത് ഈ വിഷയങ്ങളിൽ നിലപാട്, എൻ്റെ അടക്കം നിലപാടെന്ന് പറഞ്ഞാൽ പ്രശ്നാധിഷ്ഠിതമാണ്. ലക്ഷ്മി പത്മയുടെ കാര്യത്തിൽ ഞാൻ ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ്. എന്നാൽ വേണുവിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നതിൽ ഞാൻ അതിനെ എതിർക്കും. പ്രശ്നാധിഷ്ഠിതമാണ് അല്ലെങ്കിൽ വിഷയാധിഷ്ഠിതമാണ് നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എലിസബത്ത് കൊക്കോഡിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. നാളെ ബ്രേസിയർ ഇടാതെ വരുമോ എന്ന് സഹപ്രവർത്തകയോട് നിരന്തരം മെസ്സേജ് അയച്ചതിന് മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കിയ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിന് പിന്നിൽ ലക്ഷ്മി പത്മയും ഇയാളും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയം കാണും. കാരണം ചിലപ്പോൾ ഇവരൊരു കോൺഗ്രസ് പ്രവർത്തകയായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയം കാണുമായിരിക്കും. പക്ഷേ അവരിട്ട വിഷയം എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.